നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിൽ റയൽ മാഡ്രിഡ് ഒന്നാം സ്ഥാനത്ത്. റയൽ സോസിഡാഡിനെ 1-4 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് അവർ ബാഴ്സയെ പിന്തള്ളിയിരിക്കുന്നത്. പക്ഷേ ബാഴ്സക്ക് ഇപ്പോൾ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത്. അവരുടെ അടുത്ത മത്സരം വിജയിച്ചാൽ ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാം. നിലവിൽ 24 കളി 60 പോയിൻ്റാണ് റയൽ മാഡ്രിഡ്, 23 കളി 58 പോയിൻ്റാണ് FC ബാഴ്സലോണ. കിലിയൻ എംബാപ്പയെ പുറത്തിരുത്തി കളിക്കാനിറങ്ങിയ റയൽ മാഡ്രിഡിനായി വിനി ജൂനിയർ 2 പെനാൽറ്റികൾ വിൻ ചെയ്തു, 2 ഗോളാക്കി മാറ്റി. പിന്നെ ഗോൺസാലോ ഗാർഷ്യയുടെ വക ഒരു ഗോള്, ഫെഡെ വാൽവർദയുടെ വക റോക്കറ്റ്. ഇതാണ് അവരുടെ ഗോളുകൾ. അതേസമയം മത്സരത്തിൽ എന്തുകൊണ്ട് എംബാപ്പയെ കളിപ്പിച്ചില്ല എന്നുള്ളതിന് കളിക്ക് ശേഷം അൽവാരോ ആർബിലോവ വിശദീകരണം നൽകി. അദ്ദേഹം നല്ല രൂപത്തിൽ പുരോഗമിച്ചു വരുന്നുണ്ട്, ഈ കളിക്ക് റിസ്ക് എടുക്കേണ്ട എന്ന് കരുതിയതാണ്. ബെൻഫിക്കയ്ക്കെതിരെ അദ്ദേഹം ഉണ്ടാകും, അദ്ദേഹത്തെ ആ മത്സരത്തിന് വളരെ വളരെ അത്യാവശ്യവുമാണ്. ഞങ്ങൾ നന്നായിട്ട് തന്നെ ഈ കളിയിൽ കളിച്ചിട്ടുണ്ട്, ആവശ്യത്തിന് പ്രിപ്പറേഷൻ സമയം ഞങ്ങൾക്ക് ലഭിച്ചു, അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് കളിക്കളത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഏതായാലും മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വിനി ജൂനിയറും ഗോൺസാലോ ഗാർഷ്യയും ആർദ ഗ്യൂളറും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. കളിയുടെ 5ാമത്തെ മിനിറ്റിൽ തന്നെ ഗാർഷ്യയിലൂടെ റയൽ മാഡ്രിഡ് ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു. എന്നാൽ 21ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഒയർസബാൾ ഗോളാക്കി മാറ്റിക്കൊണ്ട് റയൽ സോസിഡാഡിനൊപ്പം എത്തിച്ചു. തൊട്ടു പിന്നാലെ വിനി ജൂനിയർ വിൻ ചെയ്ത പെനാൽറ്റി അദ്ദേഹം തന്നെ ഗോളാക്കി മാറ്റിക്കൊണ്ട് ടീമിന് ലീഡ് വീണ്ടും നേടിക്കൊടുത്തു. അതിനുശേഷമാണ് ഫെഡെ വാൽവർദയുടെ ആ കിടിലൻ ഗോൾ പിറക്കുന്നത്. 31ാമത്തെ മിനിറ്റിൽ റയൽ മാഡ്രിഡ് 3-1 മുന്നിലായി കഴിഞ്ഞിരുന്നു. ഇടവേള സമയത്ത് അതേ ലീഡിന് അവർ കളിക്കളം വിട്ടു. 2ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അടുത്ത പെനാൽറ്റിയും വിനി ഗോളാക്കി മാറ്റിയതോടെ 4-1 റയൽ മാഡ്രിഡ് വിജയം ഉറപ്പിക്കുകയായിരുന്നു. ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിൻ്റെ മികച്ച പ്രകടനം എടുത്തു പറയണം. ട്രെൻഡും അതുപോലെ കർവാഹലും ഒന്നും 90 മിനിറ്റും 3 ദിവസത്തിനിടയ്ക്ക് വീണ്ടും കളിക്കാനൊന്നും സജ്ജരായിട്ടില്ല. പതിയെ കാര്യങ്ങൾ ശരിയാവുമെന്നാണ് കോച്ച് പറഞ്ഞത്. പക്ഷേ ട്രെൻഡിനെ പോലുള്ളൊരു കളിക്കാരൻ ടീമിലുള്ളത് ടീമിന് ഏറെ ഗുണം ചെയ്യും എന്ന് അദ്ദേഹം കളിക്ക് ശേഷം പറയുകയുണ്ടായി. ഏതായാലും ഈ മത്സരം വിജയിച്ചതോടുകൂടി തുടരെ ഇപ്പോൾ ലാലിഗയിൽ വിജയിച്ച് മുന്നോട്ട് പോവുകയാണ് റയൽ മാഡ്രിഡ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് സംഭവിക്കും ബെൻഫിക്കയ്ക്കെതിരെ ലിസ്ബണിൽ. കോച്ച് പറയുന്നുണ്ട് അത് ബുദ്ധിമുട്ടേറിയ മാച്ചാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞങ്ങളതിന് തയ്യാറെടുത്ത് തന്നെയാണ് പോകുന്നതെന്ന്. ഫെബ്രുവരി 18 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫിൽ ബെൻഫിക്ക വേഴ്സസ് റയൽ മാഡ്രിഡ് പോരാട്ടം കാത്തിരിക്കാം. ലിസ്ബണിലെ ആ തീപ്പൊരി പോരാട്ടത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.